എല്ലാവർക്കും ഇന്നത്തെ സെഷനിലോട്ട് സ്വാഗതം. എല്ലാവരും ശ്രദ്ധാപൂർവം സെഷൻ കേൾക്കാനായിട്ട് ഇരിക്കുക. നമ്മുടെ ജീവിതത്തിലെ വിജയം നേടിയെടുക്കുക ഏതെങ്കിലുമൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ കൈവെക്കുന്ന മേഖലയിലൊക്കെ പുരോഗതി പ്രാപിക്കുക, വിജയം നേടിയെടുക്കുക, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതൊക്കെയും ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. അതിന് പലതരത്തിലുള്ള ശ്രമങ്ങളും ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മളെ ഇൻവിസിബിൾ ആയിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ആ വിജയത്തിലേക്ക് എത്താൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില ബാരിയറുകളുണ്ട്, ചില തടസ്സങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ ബാരിയേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമുക്കിപ്പോ ഒരു റോഡിലൂടെ നമ്മൾ പോകുന്ന ഘട്ടത്തിൽ അവിടെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ആ തടസ്സം നീക്കിയോ അതല്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങൾ വഴിയോ നമുക്ക് അവിടെ യാത്ര പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് തടസ്സമാണ് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത വിധം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ റോഡിന് ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടാൽ മാത്രമല്ലേ നമുക്കത് ബ്ലോക്ക് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് ബ്ലോക്ക് ആണ് എന്ന് പോലും അറിയാതെ നിന്നിടത്ത് നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. അതല്ലെങ്കിൽ നിന്നിടത്ത് നിന്ന് താഴോട്ടേക്ക് പോകുന്ന ചില മനുഷ്യരുണ്ട്. അതായത് അവരുടെ നമ്മൾ പാർക്കിങ്ങിലൊക്കെ അനുവദനീയമല്ലാത്ത ചില ഇടത്ത് നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ട്രാഫിക് പോലീസ് ടയർ ലോക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ്. നമ്മൾ വണ്ടി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പോകാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെയാണ് വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വണ്ടി മൂവ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇറങ്ങി നോക്കും എന്താണ് പ്രോബ്ലം, എന്താണ് പ്രശ്നം. അപ്പൊ നമുക്ക് ആ ടയറിൽ അവർ ലോക്ക് ഇട്ടിട്ടുണ്ടാവും. ഇതുപോലെ ചില മനുഷ്യർക്ക് ചില ലോക്കുകൾ ഇട്ടിട്ടുണ്ട്. ചിലത് കാണാൻ പോലും കഴിയാത്ത അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ലോക്കുകൾ ഉണ്ട്. മനസ്സെന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തുമ്പോഴും നമുക്ക് താഴോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ആ ബാരിയറുകളെ കുറിച്ച് ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഫിയർ ആണ്, അതായത് പേടി. മനുഷ്യൻ പേടി എന്ന് പറയുന്നത് ഓരോ ആളുകളിലും പല അർത്ഥത്തിലാണുള്ളത്. ഏതൊരു കാര്യം ചെയ്യാനും പേടി. ചില കാര്യങ്ങളിലോട്ട് നീങ്ങാൻ ഞാൻ പരാജയപ്പെടുമോ, എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, എന്നെ കൊണ്ടത് കഴിയുമോ, അങ്ങനെ പല തരത്തിലുള്ള പേടികൾ ആളുടെ ഉള്ളിലുണ്ട്. ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതിയാൽ ഞാൻ വിജയിക്കുമോ, അങ്ങനെയുള്ള പല തരത്തിലുമുള്ള പേടികൾ ആളുകളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പേടികളുടെ രൂപവും ഭാവവും എന്ന് പറയുന്നത് ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും. അതായത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ഈ പേടി എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും പേടി എഫക്ട് ചെയ്യുന്നുണ്ടാവാം. ഒരു കാര്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമോ, എനിക്കത് നേടിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ബാരിയറാണ്. ആ ബാരിയറിനെ നമ്മൾ മനസ്സിലാക്കി ആ ബാരിയറിനെ റിമൂവ് ചെയ്യേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഡൗട്ട് ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവും. ഏതൊരു കാര്യവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിലും നടക്കുമോ, അല്ലെങ്കിൽ നടക്കൂലേ, അത് പറ്റൂല എന്നുള്ള രീതിയിലുള്ള, അത് ചെയ്താൽ ശരിയാവോ, അത് ചെയ്താൽ നേട്ടം ഉണ്ടാവോ,
അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംശയങ്ങളാണ്. അപ്പൊ ഇതൊക്കെയും മൈൻഡ് ബ്ലോക്കുകളാണ്. ആളുകൾ മനസ്സിലാക്കുക, ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടും വളരെ ആലോചിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്നൊക്കെ അവര് പറയും. പക്ഷെ അതിന്റെ പിന്നിൽ ഭയവും സംശയവുമാണ്. നമ്മൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അവരത് പറയുന്നു, എന്തുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് ഈ ബ്ലോക്കിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫിയറും സെൽഫ് ഡൗട്ടും ആളുകളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ലോകത്ത് സമ്പത്ത് സൃഷ്ടിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ബിസിനസ് ആരംഭിക്കുക എന്നുള്ളതാണ്. ഒരു വ്യവസായം, വളർച്ചാ സാധ്യതയുള്ള ഒരു ബിസിനസ് ആരംഭിച്ചുകൊണ്ട് നമുക്ക് സമ്പന്നരായിട്ട് മാറാൻ പറ്റും. എന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾ ബിസിനസ് തുടങ്ങാൻ ഭയക്കുന്നത്? തുടങ്ങുന്ന ആളുകൾ തന്നെ ചില സമയങ്ങളിൽ ഭയത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ബിസിനസ് തുടങ്ങി നമുക്ക് മെച്ചമുണ്ടാക്കിയെടുക്കാം, സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ ചെയ്യുന്നില്ല? വലിയ സംരംഭങ്ങൾ എന്തുകൊണ്ട് ആളുകൾ തുടങ്ങാൻ മടിക്കുന്നു? അപ്പൊ ആ ഭയത്തെ മറികടന്ന ആളുകൾ അവർ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓരോ ശനിയാഴ്ചത്തെ സെഷൻസിലും വന്നിട്ട് എക്സ്പെർട്സുകളായിട്ടുള്ള ആളുകൾ അവരുടെ സക്സസ് സ്റ്റോറി പറയുന്നു. അവരെന്തുകൊണ്ട് അങ്ങനെ ആയി? അവർക്ക് ഭയത്തെ മറികടക്കാനായിട്ട് സാധിച്ചു, അവർക്ക് സംശയത്തെ മറികടക്കാനായിട്ട് സാധിച്ചു. അവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അവരുടെ മാനസികമായ തലം എത്ര ഉയരത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ബാരിയർ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ചിലപ്പോൾ സ്വയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അത് പേടി എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പം വരുന്നുണ്ടാവുക, സംശയം എന്നുള്ള രീതിയിലായിരിക്കില്ല ചിലപ്പം വരുന്നുണ്ടാവുക, വേറെ മറ്റു പല രീതിയിലായിരിക്കും ചിലപ്പം വരുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പേടിയും ഭയവുമാണ്. അപ്പൊ പേടിയെയും ഭയത്തെയും നമുക്ക് മറികടക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആളുകൾ പല ശ്രമങ്ങളും നടത്തും, വിജയിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തും. ആ ശ്രമങ്ങൾ നടത്തുന്നിടത്ത് വിജയിക്കാതെ പോകുന്നിടത്ത് അവരൊന്ന് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ നേടാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ ചിലപ്പം അവരുടെ ഉള്ളിലുള്ള ഭയവും സംശയവും ഒക്കെ ആയിരിക്കും വില്ലനായിട്ട് കിടക്കുന്നുണ്ടാകും. ഇതിന് നമുക്ക് ഒരു സോപ്പ് വാങ്ങിയിട്ട് തേച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽമെന്റ് വാങ്ങിയിട്ട് പുരട്ടിയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഇത് മൈൻഡിലുള്ള ബ്ലോക്കാണ്. ഇത് മൈൻഡിലുള്ള ബ്ലോക്ക് ആയത് കൊണ്ട് തന്നെ അതിനെ മനഃശാസ്ത്രപരമായിട്ട് മാത്രമേ അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇതിന് ഷോർട്ട് കട്ടുകളില്ല. മനഃശാസ്ത്രപരമായിട്ട് മാത്രമേ നമുക്കതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇതൊരു ശത്രുവാണ്. ആ ശത്രു എവിടെയാണ്? പുറത്തല്ല ഉള്ളത്, ഉള്ളിലാണുള്ളത്. അതായത് നിങ്ങളെ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശത്രുവിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഉള്ളിലാണ് ഫൈറ്റിംഗ് നടക്കുന്നത്, ഉള്ളിലാണ് നമ്മളെ പിടിച്ചു വലിക്കുന്നത്. നമുക്ക് വലിയ വീട് വേണം, വലിയ കാറ് വേണം, മറ്റു ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, നേടിയെടുക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ പുറത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മളെ പിന്നിൽ ഇത്തരം കുറെ കെട്ടുകളുണ്ട്, ഇത്തരം കുറെ സാധനങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ട്, പിന്നോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചോളുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ശത്രുവിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാനേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രഹരത്തെ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെക്കാനിസത്തിലോട്ട് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് വാരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്താഗതികളുമുണ്ട്, മെന്റൽ ബാരിയേഴ്സ് ഉണ്ട്. നമ്മുടെ ഗ്രോത്തിനെ തടയുന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആവാം, അതല്ലെങ്കിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം ആവാം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളാവാം, നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാവാം. അങ്ങനെ പല കാര്യങ്ങളും. ചില ആളുകൾക്ക് അറിവ് കൂടിയതായിരിക്കും അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. മീൻസ് നല്ല അറിവായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നുള്ള, ചിലപ്പം വേണ്ടാത്ത കുറെ കാര്യങ്ങൾ തലയിലുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാണ്, അത് ചെയ്താൽ ഇങ്ങനെ ആവൂലെ, അത് ചെയ്താൽ ഇങ്ങനെ ആവൂലെ, ഈ രീതിയിൽ അങ്ങനെ കുറെ തരത്തിലുള്ള ബ്ലോക്കുകൾ ആളുകളുടെ ഉള്ളിലുണ്ട്. ആ ഒരു ബാരിയർ ആളുകളുടെ വളർച്ചയിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പം ഒരു സെൽഫ് ടോക്ക് നെഗറ്റീവായി കഴിഞ്ഞാൽ, ഒരു സെൽഫ് ടോക്ക് അവരുടെ കത്തിച്ച് കളയുന്ന ഒരു രീതിയിലുള്ള സെൽഫ് ടോക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പരാജയത്തിലേക്കാണ് അത് കൊണ്ടുപോകുള്ളൂ, അത് വിജയത്തിലേക്ക് കൊണ്ടുപോകില്ല. അപ്പൊ അവിടെ സെൽഫ് ടോക്ക് എന്ത് ചെയ്തു, അവിടെ ശത്രുവായിട്ട് മാറാണ്. അതേസമയം അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിലോ പോസിറ്റീവ് ആണെങ്കിലോ നമുക്ക് വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ലോകത്ത്, മനസ്സിന്റെ ലോകത്ത് പലതരത്തിലുള്ള തടസ്സങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടുപിടിക്കാനുള്ള സ്കാനിങ് ഇല്ല. ഇത് കണ്ടുപിടിക്കാനുള്ള സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ഇല്ല. എന്നാൽ ഇതെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഇത് ആളുകളോട് പറഞ്ഞാലോ അവർക്ക് മനസ്സിലാവില്ല. ഐ ആം ഓക്കെ, ഐ ആം പെർഫെക്റ്റ്, എനിക്ക് എല്ലാം ഉഷാറാണ്, ഞാൻ എല്ലാം ഓക്കെയാണ് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ബാരിയേഴ്സിനെ മറികടന്നിട്ടുണ്ടോ, ഞാൻ ഈ ബാരിയറുകളെ മറികടക്കാനായിട്ട് ഞാൻ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും ഇത് മാറില്ല. കാരണം നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും, നമ്മളുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളൊരു പത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും സംഭവിക്കുമ്പോൾ, നമ്മൾ പല ശ്രമങ്ങളും നടത്തിയിട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, അങ്ങനെ പല സാഹചര്യത്തിലൂടെയും ഇവയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ അതൊരു ബാരിയറായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ മൈൻഡിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്റെ മൈൻഡിനെ ഞാൻ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ മൈൻഡില് ഞാൻ ജീവിതകാലം അനുഭവിച്ചപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയാണോ ആ വയസ്സിന്റെ അത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. ആ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. മനസ്സ് ട്യൂൺ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മൈൻഡ് ട്യൂൺ ചെയ്ത വ്യക്തി ജീവിതത്തിൽ പല രീതിയിലും അവർക്ക് വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങള് 50 കൊല്ലം പ്രായം ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ 50 കൊല്ലം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു 30 കൊല്ലാണെങ്കിൽ 30 വർഷത്തത് ഉണ്ടാവും, 70 കൊല്ലാണെങ്കിൽ 70 വർഷത്തത് ഉണ്ടാവും. അപ്പൊ ഈ 70 വർഷം കൊണ്ട് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ പരാജയങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റിപ്പോർട്ട്, നിങ്ങൾക്ക് ഇത്ര ശതമാനം പേടിയുണ്ട്, ഇത്ര ശതമാനം ഭയമുണ്ട്, ഇത്ര ശതമാനം നിങ്ങൾക്ക് സംശയമുണ്ട്, ഇത്ര ശതമാനം നിങ്ങൾക്ക് ഇന്ന നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് കൊടുത്തിട്ട് അവരോട് പറയാൻ പറ്റൂല. കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അവരുടെ ചിന്തയിലും അവരുടെ സംസാരത്തെയും നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അവർക്ക് മൈൻഡ് ബ്ലോക്കുകളുണ്ട്.
ആ മൈൻഡ് ബ്ലോക്കുകളെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് ഒക്കെ ഈ ഒരു മേഖലയിലെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എത്ര ആളുകൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് ശരിക്കും വർക്ക്ഷോപ്പ് ഒക്കെ അവിടെ പങ്ക് നിർവഹിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കാരണം നമ്മുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ നീക്കം ചെയ്ത് അതിനെ നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു കരുത്തും ഒക്കെ നമുക്ക് നേടിത്തരാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ തിയറി പറഞ്ഞ് പഠിപ്പിക്കല്ല, പ്രാക്ടിക്കലി അതിലേക്ക് കൊണ്ടുപോവാണ്. ഈ ബ്ലോക്കുകൾ അവിടെ അല്ലെ മനസ്സിലുണ്ടാകുന്ന പേടിയെ മാറ്റിയിട്ട് അവിടെ ധൈര്യത്തെ റീപ്ലേസ് ചെയ്യാണ്. അതൊരു ഇച്ചിരി റിസ്ക് ഉള്ള ജോലിയാണ്. എന്നാൽ അത് ഏറ്റെടുത്തുകൊണ്ട്, കാരണം ആളുകൾക്ക് മാറ്റം ഉണ്ടാകണം, ആളുകൾക്ക് അതിലൂടെ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ആളുകളുടെ ലൈഫിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് മാറി വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ ഒരു രീതിയിൽ നമ്മളെ പ്രോസസ്സ് റിസ്ക് ആണെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അതായത് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്കുകളൊക്കെ അവർക്ക് നീക്കം ചെയ്യാനും അവർക്ക് അവരുടേതായ ഒരു ജീവിതത്തെ യാഥാർത്ഥ്യമാക്കിയെടുക്കാനും അത് സഹായകരമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഇന്നർ ബ്ലോക്സുകൾ നമ്മളെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ആ ബ്ലോക്കുകൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിലോട്ട് നമ്മൾ പോകണം. നമുക്ക് പണി തരുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് അവിടെ പണി തരുന്നു എന്നുള്ളതാണ്. അപ്പൊ മൈൻഡിനെ നമുക്ക് അനുകൂലമായിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂൺ ചെയ്യണം. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കണം, അതിനാവശ്യമായിട്ടുള്ള സമയം കൊടുക്കണം, അതിനാവശ്യമായിട്ടുള്ള പണം ചെലവഴിക്കണം, അതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ നമുക്ക് ട്യൂൺ ചെയ്തുകൊണ്ട് അനുകൂലമായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ബ്ലോക്ക് ആയിരിക്കും, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. ആ ആത്മവിശ്വാസം അവര് പല തവണ ചിലപ്പോൾ പ്രകടിപ്പിച്ചപ്പോ ചിലപ്പോൾ ചുറ്റുപാടിൽ നിന്നും ഒന്നും അത്ര നല്ല പ്രതികരണമായിരിക്കില്ല ലഭിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കോൺഫിഡൻസ് നമുക്ക് ഇല്ല എങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നത് പ്രയാസകരമായിരിക്കും. ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് വാഹനത്തെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം വേണം. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് അവിടെ പതറിപ്പോവുകയാണെങ്കിൽ, പേടിക്കുകയാണെങ്കിൽ, കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അവര് നീങ്ങുന്ന ദൂരം എന്ന് പറയുന്നത് വലിയ ദൂരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഓടിയിട്ടും എത്തുന്നില്ല എന്നൊരു ഫീലിലേക്ക് വരും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമുക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ആത്മവിശ്വാസം ഉണ്ട്, അതൊക്കെ മതി, അതുകൊണ്ട് നടക്കും എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ ചിന്തിച്ചു വരുന്നത്. എന്നാൽ ആത്മവിശ്വാസം നമ്മൾ എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടപെടൽ നടത്തുന്നിടത്തൊക്കെ നമുക്ക് വലിയ മുന്നേറ്റം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആത്മവിശ്വാസത്തെ ബ്ലോക്ക് ചെയ്യുന്ന ചില അനുഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം അനുഭവങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യണം. അത്തരം അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതോടുകൂടെ അപ്പൊ കോൺഫിഡൻസ് ബ്ലോക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറിച്ചു മാറ്റാനും നമുക്ക് ആത്മവിശ്വാസത്തിലേക്ക് വന്നു ചേരാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ അറിയാത്ത, നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ബാരിയേഴ്സിനെ കുറിച്ച് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമുക്ക് പ്രോസസ്സിലൂടെയേ മാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോസസ്സിലൂടെയേ നമുക്ക് മാറ്റം വരുത്താനായിട്ട് കഴിയുള്ളൂ. എത്രയോ ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ മാറ്റം വരുത്തിയ ആളുകളുണ്ട്. അപ്പൊ ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മാറ്റം വരുന്നതും മാറ്റം സംഭവിക്കുന്നതും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് മാറ്റം എങ്ങനെ മനസ്സിലാവാം? നിങ്ങൾ മുമ്പ് ഒരിടത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പേടിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രോസസ്സ് കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് അത്തരം ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നും, ധൈര്യം തോന്നും,
മനക്കരുത്തുണ്ടാകും. അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഹിഡൻ ബാരിയേഴ്സിനെ നമുക്ക് നീക്കം ചെയ്തുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ ജീവിതത്തെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും പല കാര്യങ്ങളും നമ്മളെ വളർച്ചയ്ക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യർക്കിടയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പല രീതിയിലും നമ്മളെ തളർത്തുന്ന, വളർച്ച മുരടിപ്പിക്കുന്ന, വളർച്ച സാധ്യമാകാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മൾ നമ്മളിലേക്ക് നോക്കുക. എന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് റിമൂവ് ചെയ്യണം, ഞാൻ അത് മാറ്റം വരുത്തണം, എന്റെ ലൈഫിൽ അത് മാറ്റം വരുത്തിക്കൊണ്ട് എനിക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ഈ ബ്ലോക്കുകൾ കൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത്, ഈ ബാരിയേഴ്സ് കൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത്. ഈ ബാരിയേഴ്സിനൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു അത്യപാരമായ ശക്തി ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, ആ ജീവിത സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മാറാനുള്ള ശേഷിയും കഴിവും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വന്തം തീരുമാനമാണ്. അതിൽ മാറ്റം വരുത്തണം എന്നുള്ളത് സ്വന്തം തീരുമാനമാണ്. ആ തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രൂപത്തിൽ മുന്നേറ്റം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കരുത്തും കഴിവും ശേഷിയും പ്രാപ്തിയും ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പം നമുക്കൊരു സാധാരണ ജീവിതം നയിച്ചാൽ പോലെ ഒരു അത്യസാധാരണമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ ലൈഫിനെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. ഇന്നത്തെ സെഷൻ കേട്ട എല്ലാവർക്കും